നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പത്മ അവാർഡ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. പത്മവിഭൂഷൺ 5 പേർക്കാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. അതിൽ 3 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് കേട്ടോ. അതിൽ ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ ആർട്ടിന് മഹാരാഷ്ട്രയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ശ്രീ വി എസ് അച്യുതാനന്ദൻ പബ്ലിക് അഫയേഴ്സ് കേരളത്തിൽ നിന്നാണ്. കെ ടി തോമസ് അതും പബ്ലിക് അഫയേഴ്സ് ആണ്. എൻ രാജൻ ആർട്ട്, പി നാരായണൻ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇതിൽ ധർമ്മേന്ദ്ര സിംഗ് ദിയോളിനും അച്യുതാനന്ദനും മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് പോസ്റ്റുമസ് അവാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പത്മഭൂഷൺ 13 പേരുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേര്, അതിൽ മെയിനായിട്ടും കേരളത്തിൽ നിന്നുള്ള 2 പേര് മമ്മൂട്ടിയും അതുപോലെ വെള്ളാപ്പള്ളി നടേശനുമാണ്. പിന്നെ വരുന്നത് ആൽക്ക യാഗ്നിക്, ശ്രീ ഉദയ് കോട്ടക്ക്, ഭഗത് സിംഗ് കോഷിയാരി, വിജയ് അമൃത്രാജ്, ശ്രീ ഷിബു സോരൻ. ഷിബു സോരൻ എന്ന് പറയുമ്പം ജാർഖണ്ഡിൻ്റെ CM ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിനും പോസ്റ്റുമസ് ആയിട്ടാണ്, അതായത് മരണാനന്തരമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി 2026 പത്മ അവാർഡ്സ് ഞാൻ പറഞ്ഞ പോലെ 8 മലയാളികൾക്കാണ് ആകെ മൊത്തം കിട്ടിയിട്ടുള്ളത്. പത്മവിഭൂഷൺ 3 പേർക്ക്, പത്മഭൂഷൺ 2 പേർക്ക്, ഇനി പത്മശ്രീ അവാർഡ് 3 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ശ്രീ AE മുത്തുനായകം ISRO സയൻറ്റിസ്റ്റ് ആണ്. മിസ്സസ് കലാമണ്ഡലം വിമല മേനോൻ, അതുപോലെ തന്നെ മിസ് കൊല്ലക്കൽ ദേവകി അമ്മ. അപ്പോൾ ഇവർക്ക് 3 പേർക്കാണ് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുള്ളത്. പത്മ അവാർഡ്സ് പോലെ കേരള ഗവൺമെൻറ്റിൻ്റെ സിവിലിയൻ അവാർഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ കേരള ജ്യോതി അവാർഡ് കിട്ടിയിരിക്കുന്നത് MR രാഘവ വാര്യർക്കാണ്. എപ്പിഗ്രാഫിസ്റ്റ് ആണ്. എപ്പിഗ്രാഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശിലാലിഖിതങ്ങൾ, ഇൻസ്ക്രിപ്ഷൻസ്, അതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ആൾ കേട്ടോ. ഇനി കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എഴുത്തുകാരിയായിട്ടുള്ള രാജശ്രീ വാര്യർക്കും, അതുപോലെ തന്നെ PB അനീഷ്, അഗ്രികൾച്ചർ ആണ് അദ്ദേഹത്തിൻ്റെ മേഖല. കേരളശ്രീ അവാർഡ് ശശികുമാറിന്, അഭിലാഷ് ടോമി, പിന്നെ MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്. ഇനി 71st നാഷണൽ ഫിലിം അവാർഡ്സ് 2025 നാഷണൽ അവാർഡ്സ് കിട്ടിയതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലാണ് ലഭിച്ചത്. അതുപോലെ തന്നെ മികച്ച ചിത്രം 12th ഫെയിൽ ആയിരുന്നു. മികച്ച നടൻ ഷാറൂഖ് ഖാനും അതുപോലെ വിക്രാന്ത് മാസിയാണ്. മികച്ച നടി റാണി മുഖർജിയാണ്. ബെസ്റ്റ് ഡയറക്ടർ വരുന്നത് സുദീപ് തോസൻ ആണ്. ബെസ്റ്റ് മലയാളം ഫീച്ചർ ഫിലിം വന്നത് ഉള്ളൊഴുക്കായിരുന്നു. അതുപോലെ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഉർവശി, ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന മൂവിക്ക് തന്നെ. ഇനി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് വരികയാണെങ്കിൽ ബെസ്റ്റ് ഫിലിം വരുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. ബെസ്റ്റ് ഡയറക്ടർ ചിദംബരം, ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടി, ബെസ്റ്റ് ആക്ട്രസ് ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന മൂവിക്ക്. ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രേമലു. സെക്കൻഡ് ബെസ്റ്റ് ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ ഫീമെയിൽ ലിജോ മോൾ ജോസിനാണ്. ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിരിക്കുന്നത് ടൊവിനോ തോമസിനും അതുപോലെ തന്നെ ആസിഫ് അലിക്കും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫയർ സെഷൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വേഗം ഓടിച്ച് പറഞ്ഞു പോകുന്നത്. നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് മുമ്പ് അപ്ലോഡ് ചെയ്തതിൽ ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നാഷണൽ ലെവൽ ലിറ്ററേച്ചർ അവാർഡ്സ് ആണ് കേട്ടോ. 60ാമത് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിരിക്കുന്നത് R വൈരമുത്തുവിനാണ്. 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചിരിക്കുന്നത് രാംകുമാർ മുഖോപാധ്യായ. അദ്ദേഹം ബംഗാളി ഓത്തറാണ്. ഹാര പ്രഭതി കഥ എന്നാണ് അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേര് കേട്ടോ. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് N പ്രഭാകരനാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ മായാമനുഷ്യർ. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് അഖിൽ P ധർമ്മജനാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീജിത്ത് മൂത്തേടം പെങ്കിനുകളുടെ വൻകരയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിൽഡ്രൻസ് നോവലാണ് കേട്ടോ. അപ്പം ജ്ഞാനപീഠം R വൈരമുത്തു, സരസ്വതി സമ്മാൻ രാംകുമാർ മുഖോപാധ്യായ, അദ്ദേഹത്തിൻ്റെ ബുക്ക് ഹാര പ്രഭതി കഥ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് N പ്രഭാകരൻ മായാമനുഷ്യർ. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അഖിൽ P ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി. ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടം പെൻഗിനുകളുടെ വൻകരയിൽ. ഇനി നമ്മൾ സ്റ്റേറ്റ് ലെവൽ അവാർഡ്സ് നോക്കുമ്പം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്സ് നോക്കുമ്പം അതിൽ മികച്ച നോവൽ GR ഇന്ദുഗോപൻ്റെ ആനു. അതുപോലെ തന്നെ മികച്ച ബെസ്റ്റ് പോയട്രി വരുന്നത് മുരിങ്ങ വാഴ കരിവേപ്പ് അനിത തമ്പിയുടെ. ഷോർട്ട് സ്റ്റോറി ചെറുകഥ വരുന്നത് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര V ഷിനിലാലിൻ്റെ. ബെസ്റ്റ് ബയോഗ്രഫി ഓട്ടോബയോഗ്രഫി കാറ്റഗറിയിൽ വരുന്നത് ഞാനെന്ന ഭാവം ആത്മകഥയാണ്. അപ്പം ഞാനെന്ന ഭാവം ഡോക്ടർ K രാജശേഖരൻ നായരുടെ. ബെസ്റ്റ് ട്രാവലോഗ് യാത്രാവിവരണം KR അജയൻ്റെ ആരോഹണം ഹിമാലയം എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. ഇനി അക്കാദമി ഫെല്ലോഷിപ്പ് 2 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്, KV രാമകൃഷ്ണനും ഏഴാശ്ശേരി രാമചന്ദ്രനും. 49th വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് E സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ തപോമ്മയുടെ അച്ഛൻ.
ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാലനാണ്. ഉൾക്കഥ. അതൊരു ലിറ്റററി ക്രിറ്റിസിസം ആണ്, വിമർശനാത്മകമായിട്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ, വിമർശനം ആണ്. ഇനി ONV ലിറ്റററി അവാർഡ് പ്രഭാവർമ്മ, അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കാണ് ONV പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരൻ പിള്ളയ്ക്കാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഓടിച്ചുവിടാം. ബെസ്റ്റ് നോവൽ വരുന്നത് GR ഇന്ദുഗോപൻ ആനോ. പോയട്രി വരുന്നത് മുരിങ്ങവാഴ കരിവേപ്പ് അനിത തമ്പി. ഷോർട്ട് സ്റ്റോറി ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര വി ഷിനിലാല്. ആത്മകഥ വരുന്നത് ഞാനെന്ന ഭാവം ഡോക്ടർ K രാജശേഖരൻ നായർ. യാത്രാവിവരണം ആരോഹണം ഹിമാലയം KR അജയൻ. പിന്നെ വയലാർ അവാർഡ് E സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ. ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാലൻ ഉൾക്കഥ. ONV ലിറ്റററി അവാർഡ് വരുന്നത് പ്രഭാവർമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരൻപിള്ള. ഇനി സ്പോർട്സ് അവാർഡ്സ് നോക്കാം. അതിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് മാനു ഭക്കർ ഷൂട്ടിംഗ്, D ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അത് നിങ്ങൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ എക്സ്ട്രാ അത് കൊടുത്തുന്നേ ഉള്ളൂ. ഇനി അർജുന അവാർഡ് അത്ലറ്റിക്സിന് ജ്യോതി യാരാജി, അതുപോലെ അന്നു റാണി. ഷൂട്ടിങ്ങിന് സർബജോത് സിംഗ്, സ്വപ്നിൽ കുശാലെ. റെസ്ലിംഗ് അമൻ സെഹ്റാവത്ത്. പാരാ സ്പോർട്സിന് 17 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നവദീപ് ജാവലിനും അതുപോലെ ശീതൽ ദേവി ആർച്ചറി. ഇനി ദ്രോണാചാര്യ അവാർഡ് കോച്ചിങ്ങിനാണ് കൊടുക്കുന്നത്, അതായത് കോച്ചസിനുള്ള അവാർഡാണ്. അതിൽ ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിങ്ങിനും അർമാൻഡോ ആഗ്നലോ കൊലാക്കോ ഫുട്ബോളിനും ആണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി കേരള സ്റ്റേറ്റ് സ്പോർട്സ് അവാർഡ്സ് നോക്കുകയാണെങ്കിൽ അഭിലാഷ് ടോമി, നമ്മൾ നേരത്തെ പറഞ്ഞ കേരളശ്രീ അവാർഡ് അഭിലാഷ് ടോമിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ നെഹ്റു ട്രോഫിയിലേക്ക് വരികയാണെങ്കിൽ നെഹ്റു ട്രോഫി നടക്കുന്നത് എവിടെയാണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക, പുന്നമടക്കായലിലാണ് നടക്കുന്നത് നെഹ്റു ട്രോഫി. ഇത്തവണത്തെ വിന്നർ വിയ്യപുരം ചുണ്ടനായിരുന്നു. ഇനി രഞ്ജി ട്രോഫി എടുക്കുകയാണെങ്കിൽ രഞ്ജി ട്രോഫി ഇത് കേരള അല്ല കേട്ടോ, ഇവിടെ ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ രഞ്ജി ട്രോഫി വിന്നറായത് ഇപ്രാവശ്യം വിദർഭയാണ്. ഇവിടെ വന്നിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആദ്യമായിട്ട് കേരള രഞ്ജി ട്രോഫിയിൽ പങ്കെടുത്തിട്ടുള്ളത്? അത് 1957 കേട്ടോ. ആദ്യമായിട്ട് കപ്പ് അടിച്ചതല്ല, ആദ്യമായിട്ട് പങ്കെടുത്തത് 1957 ഓർത്തിരിക്കുക. അത് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 98th അക്കാഡമി അവാർഡ്സ്, അതായത് 98th ഓസ്കർ അവാർഡ്സ് വരുമ്പം ബെസ്റ്റ് പിക്ചർ മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. മികച്ച ഡയറക്ടർ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ബെസ്റ്റ് ആക്ടർ വരുന്നത് മൈക്കിൾ B ജോർഡൻ ആണ്. ബെസ്റ്റ് ആക്ട്രസ് ജെസ്സി ബക്ലി. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആക്ടിങ്ങിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഷോൺ പെന്നും സപ്പോർട്ടിംഗ് ആക്ട്രസ് ആമി മാഡിഗനും ആണ് കേട്ടോ. പിന്നെ ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് സെന്റിമെന്റൽ വാല്യൂ ആണ്. ജോവാച്ചിം ട്രയർ ഡയറക്റ്റ് ചെയ്ത സെന്റിമെന്റൽ വാല്യൂ. ഇനി 83rd ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ്. അതിൽ ബെസ്റ്റ് മോഷൻ പിക്ചർ അഥവാ മികച്ച ചിത്രം ഹാംലെറ്റ് ആണ്. അതുപോലെ ബെസ്റ്റ് മോഷൻ പിക്ചർ മ്യൂസിക്കൽ ഓർ കോമഡി ജോണറിൽ വരുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ബെസ്റ്റ് ഡയറക്ടർ ആൻഡ് സ്ക്രീൻ പ്ലേ, അപ്പം മികച്ച സംവിധായകൻ വന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. അതുപോലെ സ്ക്രീൻ പ്ലേക്കും അദ്ദേഹത്തിന് തന്നെയാണ് കിട്ടിയത്. ഡ്രാമ ആക്ടിങ്ങിൽ വാഗ്നർ മോറയും ജെസ്സി ബക്ലിയും. അതുപോലെ മ്യൂസിക്കൽ ഓർ കോമഡി ആക്ടിങ്ങിൽ തിമോത്തി ഷലാമറ്റ്, റോസ് ബയർ ബെസ്റ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് അവാർഡ് കിട്ടിയത്. പിന്നെ നോൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫിലിമായിട്ട് വന്നത് ബ്രസീലിൻ്റെ ദ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന മൂവിയാണ്. ഇനി നാഷണൽ ലെവൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അതിൻ്റെ ആർട്ടിക്കിൾസ് എസ്റ്റാബ്ലിഷ്ഡ് ഇയർ, ഫസ്റ്റ് ചെയർപേഴ്സൺ കറണ്ട് ചെയർപേഴ്സൺ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 324 ആണ്. 1950 എസ്റ്റാബ്ലിഷ് ചെയ്തത്. സുകുമാർ സെന്നാണ് ഫസ്റ്റ് ചെയർപേഴ്സൺ ആയിരുന്നത്. കറണ്ട് ചെയർപേഴ്സൺ ജ്ഞാനേഷ് കുമാർ. അപ്പം ECI ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആർട്ടിക്കിൾ 148 ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇയർ 1858. ഫസ്റ്റ് ചെയർപേഴ്സൺ വരുന്നത് V നരഹരി റാവു ആണ്. കറണ്ട് ചെയർപേഴ്സൺ K സഞ്ജയ് മൂർത്തി. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 315. എസ്റ്റാബ്ലിഷ്ഡ് ഇയർ 1926 ആണ്. ഇനി ഫസ്റ്റ് ചെയർപേഴ്സൺ സർ റോസ് ബാർക്കർ ആണ്. കറണ്ട് ചെയർപേഴ്സൺ അജയ് കുമാർ. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 280 ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇയർ 1951 ആണ്. ആദ്യത്തെ ചെയർപേഴ്സൺ വരുന്നത് KC നിയോഗി. കറണ്ട് ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 76 ആണ് വരുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ഇയർ 1950. ഫസ്റ്റ് ചെയർപേഴ്സൺ വരുന്നത് MC സേതൽവാദ്. കറണ്ട് ചെയർപേഴ്സൺ R വെങ്കട്ടരാമണി. ഇനി GST കൗൺസിൽ ആർട്ടിക്കിൾ 279A ആണ്. 2016 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അരുൺ ജെയ്റ്റ്ലി ആണ് ഫസ്റ്റ് ചെയർപേഴ്സൺ. കറണ്ട് ചെയർപേഴ്സൺ നിർമ്മല സീതാരാമൻ ആണ്.
നാഷണൽ കമ്മീഷൻ ഫോർ SCs ആർട്ടിക്കിൾ 338 ആണ്. 2004 എസ്റ്റാബ്ലിഷ് ചെയ്തത്. സൂരജ് ഭാനാണ് ഫസ്റ്റ് ചെയർപേഴ്സൺ. കറന്റ് ചെയർപേഴ്സൺ കിഷോർ മക്വാൻ. നാഷണൽ കമ്മീഷൻ ഫോർ STs ആർട്ടിക്കിൾ 338A ആണ്. 2004 തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് ചെയർപേഴ്സൺ കൻവർ സിംഗ്, കറന്റ് ചെയർപേഴ്സൺ അന്തർ സിംഗ് ആര്യ. നാഷണൽ കമ്മീഷൻ ഫോർ BCs ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ആണ്. 338B ആണ്. 1993 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ജസ്റ്റിസ് RN പ്രസാദ് ആയിരുന്നു ഫസ്റ്റ് ചെയർപേഴ്സൺ. സധ്വി നിരഞ്ജൻ ജ്യോതിയാണ് കറന്റ് ചെയർപേഴ്സൺ വരുന്നത്. അപ്പോൾ ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഫിനാൻസ് കമ്മീഷൻ, അതുപോലെ തന്നെ UPSC ചെയർമാൻ, GST കൗൺസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും നല്ലോണം പഠിച്ചിരിക്കുക കേട്ടോ. ഇനി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതായത് നിയമം വഴി ഇതിനൊരു സ്റ്റേറ്റസ് കിട്ടിയ ഏത് നിയമം, ഒരു ഇനേബിളിംഗ് ആക്ട് വഴി നിലവിൽ വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെബി വരുന്നത് സെബി ആക്ട് 1992 1992 തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് ഹെഡ് SA ഡാവെയാണ്. കറന്റ് ഹെഡ് തുഹിൻ കാന്ത പാണ്ഡെ. ഇനി NHRC ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 എസ്റ്റാബ്ലിഷ്ഡ് ഇയർ 1993 ആണ്. ഫസ്റ്റ് ഹെഡ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. കറന്റ് ഹെഡ് V രാമസുബ്രഹ്മണ്യം. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ CVC ആക്ട് 2003 1964 നിട്ടൂർ ശ്രീനിവാസ റാവു ആണ് ഫസ്റ്റ് ഹെഡ്. പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് കറന്റ് ഹെഡ്. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, NGT ആക്ട് 2010 തന്നെയാണ് നിലവിൽ വരുന്നത്. ജസ്റ്റിസ് ലോകേശ്വർ സിംഗ് പാണ്ഡെ ആണ് ഫസ്റ്റ് ഹെഡ്. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ് കറന്റ് ഹെഡ് കേട്ടോ. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ NCW ആക്ട് 1992 നിലവിൽ വരുന്നത്. ഫസ്റ്റ് ഹെഡ് ജയന്തി പട്നായിക് ആയിരുന്നു. ഇത് ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ജയന്തി പട്നായിക് നാഷണൽ വുമൻസ് കമ്മീഷന്റെ ഫസ്റ്റ് ഹെഡ് ആയിരുന്നു എന്നുള്ളത്. പിന്നെ കറന്റ് ഹെഡ് വിജയ റാഹത്കർ ആണ് കേട്ടോ. ഇനി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ CIC RTI ആക്ട് 2005 വെച്ചിട്ടാണ് നിലവിൽ വന്നത്. 2005 തന്നെയാണ് നിലവിൽ വന്നത്. വജാഹത്ത് ഹബീബുള്ളയാണ് ഫസ്റ്റ് ഹെഡ്. രാജ്കുമാർ ഗോയലാണ് കറന്റ് ഹെഡ് വരുന്നത്. ഇനി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കോമ്പറ്റീഷൻ ആക്ട് 2003 എസ്റ്റാബ്ലിഷ് ആയത്. ധനേന്ദ്രകുമാർ ആയിരുന്നു ഫസ്റ്റ് ഹെഡ്. രവനീത് കൗറാണ് കറന്റ് ഹെഡ്. ഇനി RBIയും ഇമ്പോർട്ടൻ്റ് ആണ്. RBI ആക്ട് 1934 ഇത് എനേബിൾ ചെയ്തത്. 1935 എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. അത് ഓർത്തിരിക്കുക. RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 സർ റോസ്ബോൺ സ്മിത്ത് ആയിരുന്നു ഫസ്റ്റ് ഹെഡ്. സഞ്ജയ് മൽഹോത്രയാണ് കറന്റ് ഹെഡ് വരുന്നത്. ഇനി TRAI ആക്ട് 1997 1997 തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ജസ്റ്റിസ് SS ഷോദിയാണ് ഫസ്റ്റ് ഹെഡ് വരുന്നത്. അനിൽകുമാർ ലഹോട്ടിയാണ് കറന്റ് ഹെഡ്. ഇനി സ്റ്റേറ്റ് ലെവലിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ 315 എസ്റ്റാബ്ലിഷ് ചെയ്തത് 1956 ഫസ്റ്റ് ചെയർമാൻ VK വേലായുധൻ. കറന്റ് ചെയർമാൻ ഡോക്ടർ MR ബൈജു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 243K ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1993 ഫസ്റ്റ് ചെയർമാൻ വരുന്നത് MSK രാമസ്വാമി ആണ്. കറന്റ് ചെയർമാൻ A ഷാജഹാൻ IAS ആണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 243I ആൻഡ് 243Y ആണ് വരുന്നത്. 1994 എസ്റ്റാബ്ലിഷ് ചെയ്തത്. PM എബ്രഹാം ആണ് ഫസ്റ്റ് ചെയർമാൻ. പ്രൊഫസർ KN ഹരിലാൽ ആണ് കറന്റ് ചെയർമാൻ വരുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള ആർട്ടിക്കിൾ 165 ആണ് വരുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1956 ഫസ്റ്റ് ചെയർമാൻ KV സൂര്യനാരായണ അയ്യർ ആണ്. കറന്റ് ചെയർമാൻ K ഗോപാലകൃഷ്ണകുറുപ്പാണ് കേട്ടോ. ഇനി സ്റ്റേറ്റ് ലെവലിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കമ്മീഷൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ് ആണ് പറയുന്നത്. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1998 ഫസ്റ്റ് ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. കറന്റ് ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ആക്ടിംഗ് ആയിട്ടാണ്. അടുത്തത് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ. RTI ആക്ട് 2005 ഇനേബിളിംഗ് ആക്ട് വരുന്നത്. കമ്മീഷനാണ്. RTI ആക്ട് ആണ് 2005 വരുന്നത്. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് 2005. ഫസ്റ്റ് ചെയർപേഴ്സൺ പാലാട്ട് മോഹൻദാസ്. കറന്റ് ചെയർപേഴ്സൺ വരുന്നത് V ഹരി നായരാണ്. ഇനി കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ വരുന്നത് കേരള വുമൻസ് കമ്മീഷൻ ആക്ട് 1991 1996 ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത്. ഫസ്റ്റ് ചെയർപേഴ്സൺ B സുഗതകുമാരിയാണ്. അഡ്വക്കേറ്റ് P സതീദേവിയാണ് കറന്റ് ചെയർപേഴ്സൺ. അത് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ചെയർപേഴ്സൺ ആരായിരുന്നു? സുഗതകുമാരി. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണേ. ഇനി കേരള ലോകായുക്ത ആക്ട് 1999 ഇനേബിളിംഗ് ആക്ട് വരുന്നത്. പിന്നെ ഇനി ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് 1999
ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോനാണ് ഫസ്റ്റ് ചെയർപേഴ്സൺ. കറണ്ട് ചെയർപേഴ്സൺ ജസ്റ്റിസ് എൻ അനിൽകുമാറാണ്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ SCs ആൻഡ് STs. അപ്പം അതിൻ്റെ ആക്ട്, എനേബിളിംഗ് ആക്ട് കേരള സ്റ്റേറ്റ് SC ആൻഡ് ST കമ്മീഷൻ ആക്ട് 2007 ആണ്. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് 2007 ആണ്. ഫസ്റ്റ് ചെയർപേഴ്സൺ ജസ്റ്റിസ് VP മോഹൻകുമാർ. ജസ്റ്റിസ് G ശശിധരൻ ആണ് കറണ്ട് ചെയർപേഴ്സൺ വരുന്നത്. ഇനി കേരളത്തിലെ കുറച്ച് റീസെൻറ്റ് സ്ട്രാറ്റജിക് അപ്പോയിൻമെൻറ്റ്സ് ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് വന്നത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഗെയിൽ ദീപക് ഗുപ്ത ആണ്. ചീഫ് സെക്രട്ടറി ഓഫ് കേരള ഡോക്ടർ A ജയതിലക് IAS ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP രാവട A ചന്ദ്രശേഖർ IPS ആണ് കേട്ടോ. ഇനി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അവിടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇപ്പം നിലവിലുള്ളത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഇത് എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷൻ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പം എങ്ങാനും വന്നാൽ ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. കോർട്ടിലെ കറന്റ് ഓപ്പറേറ്റിംഗ് ജഡ്ജസ് 33 ആണ്. പിന്നെ സാങ്ഷൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 34 ആണ്. പക്ഷെ ഇപ്പം നിലവിൽ 33 പേരാണ് അവിടെ ഉള്ളത്. പിന്നെ വിക്രംനാഥ്, ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ ആണ് കറന്റ് അവിടെ ഉള്ളത്. കേരള ഹൈക്കോർട്ടിൽ ജസ്റ്റിസ് സോമൻ സെൻ ആണ് വന്നിട്ടുള്ളത്. 40ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് അദ്ദേഹം സ്വാൺ ചെയ്തത്. അതുപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് മേഘാലയ ആയിരുന്നു മുമ്പ്. പുള്ളി മേഘാലയയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അതുപോലെ തന്നെ കേരള ഹൈക്കോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്, കൊച്ചിയിലാണ്. അപ്പം ജസ്റ്റ് ആഡഡ് ഇൻഫർമേഷൻ വായിച്ചിരുന്നാൽ മതി. ഈ ജസ്റ്റിസുമാരുടെ പേര് സൂര്യകാന്ത് ആണ് സുപ്രീം കോർട്ടിൽ, സൗമൻ സെൻ ആണ് കേരള ഹൈക്കോർട്ടിൽ നിന്ന് പഠിക്കാം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് കറൻ്റ്ലി ഇന്ത്യയിൽ നിന്ന് 44 സൈറ്റുകളാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ്റെ കറണ്ട് റാങ്ക് എന്ന് പറയുന്നത് 6th ആണ് ഗ്ലോബലി. അപ്പോൾ അതിൽ റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ടുള്ളത് 2025 മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ് 44th ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് മുമ്പ് 2024 അസാമിലെ മൊയ്തംസ്, അവിടെയുള്ള മൗണ്ട് ബ്യൂരിയൽ സിസ്റ്റമാണ് അവിടെ അഹോം ഡിനാസ്റ്റിയുടെ. അപ്പോൾ ആ മൊയ്തംസ് ആണ് 43rd സൈറ്റായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് മുമ്പ് 2023 ശാന്തിനികേതനും അതുപോലെ തന്നെ ഹോയ്സാലാസിലെ സീക്രഡ് എൻസംബിൾസും ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്, ക്രിയേറ്റീവ് സിറ്റീസിൻ്റെ ടാഗിലേക്ക് 9 സിറ്റികളാണ് കറൻ്റ്ലി ഇന്ത്യയിൽ നിന്നുള്ളത്. റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ടുള്ളത് ലക്നൗ ആണ്. സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്നാണ് അതിനറിയപ്പെടുക. ഗാസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ഫുഡ് കൾച്ചർ, അതുപോലെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. ഇനി 2023 കോഴിക്കോടിനെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്വാളിയാറിനെ സിറ്റി ഓഫ് മ്യൂസിക് എന്നുള്ള രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി യുനെസ്കോ ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് വരുന്നത് 16 എൻട്രീസ് ആണ് 2026 ഉള്ളത്. 25 ദീപാവലിനെയും അതുപോലെ 23 ഗുജറാത്തിലെ ഗർബ ഡാൻസിനെയും അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 26-27 മെയിൻലി നമ്മൾ കൊടുത്തിട്ടുള്ളത്, നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഛാത് പൂജയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് ആഘോഷിക്കാറുള്ള ഛാത് പൂജ എന്ന് പറഞ്ഞുള്ള ഒരു കൾച്ചറൽ സെറിമണി അല്ലെങ്കിൽ കൾച്ചറൽ ഒരു ആഘോഷം, അതാണ് എൻ്റർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അതർ സ്പെഷ്യൽ സൈറ്റ്സ് ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ്, അത് ടെനേറ്റീവ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആഡ് ചെയ്തത് ഈ സ്ഥലങ്ങൾ എവിടെയാണെന്ന് മേ ബി ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ വർക്കല ക്ലിഫ്സ് കേരളയാണ്, മേഘാലയൻ ഏജ് കേവ്സ് മേഘാലയ, ഡെക്കാൻ ട്രാപ്സ് മഹാരാഷ്ട്ര, സെൻറ്റ് മേരീസ് ഐലാൻഡ് ക്ലസ്റ്റർ കർണാടകയിൽ, ഏരാമാട്ടി ഡിബലു ആന്ധ്രാപ്രദേശിൽ. ഈ റാംസാർ സൈറ്റുകളുടെ കാര്യം വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ കറൻ്റ്ലി 98 റാംസാർ സൈറ്റ്സ് ഉണ്ട്. 2026 96 നിന്നും 92 ആയിട്ട് നമ്മൾ 2 എണ്ണം കൂടെ ആഡ് ചെയ്തിട്ട് 98 അത് ഉയർന്നത്. അപ്പം നമ്മൾ 2026 ആഡ് ചെയ്തത് പട്ന ബേർഡ് സാങ്ച്വറി ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ചാരിധണ്ട് വെറ്റ്ലാൻഡ് ഗുജറാത്തിൽ നിന്നുമാണ്. ഇത് രണ്ടുമാണ് ആഡ് ചെയ്തത് കേട്ടോ. ഇനി വേറൊരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഹയസ്റ്റ് കൗണ്ടുള്ള സ്റ്റേറ്റ് തമിഴ്നാടുമാണ്. 20 സൈറ്റാണ് തമിഴ്നാട്ടിലുള്ളത്. സെക്കൻഡ് ഹയസ്റ്റ് വരുന്നത് UP ആണ്. 11 സൈറ്റുകളാണ് UPയിലുള്ളത്. അതുപോലെ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആഘോഷിക്കുന്നത് February 2 അപ്പോൾ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആചരിക്കുന്നത് 2 ഫെബ്രുവരിയിലാണ് കേട്ടോ. ഇനി 2025 കുറേ അഡീഷൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. രാജസ്ഥാനിലെ സിലീസർ ലേക്ക്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ കൊപ്ര ജലാശയ്, ബീഹാറിലെ ഗൊഗാബി ലേക്ക്, പിന്നെ ബീഹാറിലെ തന്നെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ ലേക്കും, പിന്നെ ഖീച്ചാൻ ആൻഡ് മീനാർ രാജസ്ഥാൻ, സക്കരക്കോട്ടൈ ബേർഡ് സാങ്ച്വറി, തെർത്തങ്കൽ ബേർഡ് സാങ്ച്വറി തമിഴ്നാടു, കെച്ചിയോപാൽറി വെറ്റ്ലാൻഡ് സിക്കിം, ഉധ്വ ലേക്ക് ജാർഖണ്ഡ്. അപ്പോൾ ഇത്രയാണ് 2025 ആഡ് ചെയ്തത് കേട്ടോ. ഇനി എക്കോളജിക്കലി പ്രൊട്ടക്റ്റഡ് ഏരിയാസിൻ്റെ കാര്യം പറയുമ്പം ഇന്ത്യയിൽ 107 നാഷണൽ പാർക്കും 58 ടൈഗർ റിസർവ്സും ഉണ്ട്.
അപ്പോൾ റീസെൻ്റ്ലി ആഡ് ചെയ്ത 107ാമത് നാഷണൽ പാർക്ക് വരുന്നത് ഒഡീഷയിലെ സിംലിപാൽ നാഷണൽ പാർക്കാണ്. പിന്നെ 58 ടൈഗർ റിസർവ്സ് ഉണ്ട്. അതിൽ റീസെൻ്റ് അഡീഷൻ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മാധവ് ടൈഗർ റിസർവ്, അതുപോലെ തന്നെ രത്തപ്പാനി ടൈഗർ റിസർവ്. പിന്നെ അതിന് മുമ്പ് ആഡ് ചെയ്തതാണ് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല, ഛത്തീസ്ഗഡിലുള്ള ടൈഗർ റിസർവ് ആണ് വരുന്നത്. ഇനി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിൽ 25 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. അതിൽ റീസെൻ്റ് അഡീഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യമാണ് കേട്ടോ. ഇനി കേരളത്തിലെ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ റീസെൻ്റ്ലി ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറീൻ്റെ പേര് മാറ്റി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഫോക്കസ് അവരെയാണ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ അതിൻ്റെ എക്സിസ്റ്റൻസും ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ടും അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ള പേര് മാറ്റി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, അതും ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഇതാണ്, കറണ്ട് അഫെയർ ആണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ ആണ് കേട്ടോ, ആദ്യത്തെ ഡിസൈനർ സൂ ആണ്. അതുപോലെ തന്നെ സൂ വിത്തൗട്ട് ബാർസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. കുറച്ചും കൂടെ നേച്ചറിലേക്ക് ഇറങ്ങി അങ്ങനെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്. കൂടുകളിൽ ഇട്ടിട്ട് ആനിമൽസിനെ വളർത്തുന്നത് അധികം പ്രൊമോട്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു സംഭവം. അപ്പോൾ അതാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ. അടുത്തത് UN ഇൻ്റർനാഷണൽ ഇയേഴ്സ് ആണ്. അത് 2025 എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷൻ, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി 2026 ആണെങ്കിൽ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച്ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൻ ഫാമർ. അപ്പോൾ അത് ഓർത്തിരിക്കുക, റേഞ്ച്ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ്, വോളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ ഇയർ ഓഫ് ദ വുമൻ ഫാമർ എന്നാണ് 2026 കേട്ടോ. ഇനി കീ UN ഡേയ്സ്, UNൻ്റെ ഓർത്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്. അപ്പം UN റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഡേയ്സ് കേട്ടോ. ഇനി March 21 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, March 8 ഇൻ്റർനാഷണൽ വുമൻസ് ഡേ. അപ്പോൾ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ജസ്റ്റിസ് ആയിരുന്നു. ഇനി June 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. അപ്പോൾ 2025 സ്ലോഗനാണിത്, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പറയുന്നത് മോട്ടോ. സ്ലോഗൻ വരുന്നത് ഷെയർഡ് ചാലഞ്ച് കളക്റ്റീവ് ആക്ഷൻ. ഇനി June 21 ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. August 12 ഇൻ്റർനാഷണൽ യൂത്ത് ഡേ, ലോക്കൽ യൂത്ത് ആക്ഷൻസ് ഫോർ ദ SDGs ആൻഡ് ബിയോണ്ട്. ഇനി September 21 ഇൻ്റർനാഷണൽ ഡേ ഓഫ് പീസ് ആണ്, ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ്. അതായിരുന്നു അതിൻ്റെ തീം വരുന്നത്. ഇനി September 25 വേൾഡ് മാരിടൈം ഡേ, അവർ ഓഷ്യൻ അവർ ഒബ്ലിഗേഷൻ അവർ ഓപ്പർച്യൂണിറ്റി ആണ് അതിൻ്റെ സ്ലോഗൻ വരുന്നത്. ഇനി October 16 വേൾഡ് ഫുഡ് ഡേ, ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ. ഇനി October 24 യുണൈറ്റഡ് നേഷൻസ് ഡേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. October 24 ആണ് UN ഡേ, ബിൽഡിംഗ് അവർ ഫ്യൂച്ചർ ടുഗെദർ. അതുപോലെ UNൻ്റെ 80ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു 2025 കേട്ടോ. ഇനി December 3 ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഫോസ്റ്ററിങ് ഡിസബിലിറ്റി ഇൻക്ലൂസീവ് സൊസൈറ്റീസ് ഫോർ അഡ്വാൻസിങ് സോഷ്യൽ പ്രോഗ്രസ് ആയിരുന്നു അതിൻ്റെ ഒരു തീം വന്നത്. ഇനി December 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ, അത് ഓർത്തിരിക്കുക. December 10 ആണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ, ഹ്യൂമൻ റൈറ്റ്സ് അവർ എവറി ഡേ എസെൻഷ്യൽസ്. ഇനി December 11 ഇൻ്റർനാഷണൽ മൗണ്ടെയിൻ ഡേ, ഗ്ലേഷ്യേഴ്സ് മാറ്റർ ഫോർ വാട്ടർ ഫുഡ് ആൻഡ് ലൈവ്ലിഹുഡ്സ്. ഗ്ലേഷ്യേഴ്സ് മാറ്റർ ഫോർ വാട്ടർ ഫുഡ് ആൻഡ് ലൈവ്ലിഹുഡ്സ്. അപ്പം കഴിഞ്ഞ വർഷം എന്തായിരുന്നു, ഗ്ലേഷ്യേഴ്സ് ഇയറും കൂടി ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ December 11 ആയിരുന്നു ഗ്ലേഷ്യേഴ്സ് ഡേ ആയിട്ട്, മൗണ്ടെയിൻ ഡേ ആയിട്ട് വന്നത്. അപ്പോൾ അതിലാണ് ഗ്ലേഷ്യേഴ്സ് മാറ്റർ എന്നുള്ള ഒരു തീം വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി നാഷണൽ ഡേയ്സിൽ January 12 നാഷണൽ യൂത്ത് ഡേ. അപ്പോൾ അത് നോക്കട്ടോ, January 12 നാഷണൽ യൂത്ത് ഡേ, ഇവിടെ August 12 ആണ് ഇൻ്റർനാഷണൽ യൂത്ത് ഡേ. അപ്പോൾ August 12 ഇൻ്റർനാഷണലും January 12 നാഷണൽ യൂത്ത് ഡേ ആണ്. പിന്നെ January 15 ഇന്ത്യൻ ആർമി ഡേ, January 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ, January 25 നാഷണൽ വോട്ടേഴ്സ് ഡേ, January 25 തന്നെ നാഷണൽ ടൂറിസം ഡേ, January 26 റിപ്പബ്ലിക് ഡേ, February 28 നാഷണൽ സയൻസ് ഡേ, August 15 ഇൻഡിപെൻഡൻസ് ഡേ. ഇനി ഗ്ലോബൽ ഓർഗനൈസേഷൻസും അതിൻ്റെ ഹെഡ്സും ആണ് കേട്ടോ. അപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ ഹെഡ് വരുന്നത് ആന്റോണിയോ ഗുട്ടറസ് ആണ്, സെക്രട്ടറി ജനറൽ. വേൾഡ് ബാങ്ക് അജയ് ബംഗ ആണ് പ്രസിഡന്റ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റാലിന ജോർജീവയാണ് കേട്ടോ. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHOൻ്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനം ഗബ്രേഷ്യസ് ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിൻ്റെ ഡയറക്ടർ ജനറൽ വരുന്നത് നഗോസി ഒക്കോഞ്ചോ ഐവേലയാണ് കേട്ടോ. പിന്നെ നാറ്റോൻ്റെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നാറ്റോ, വേൾഡ് ബാങ്ക്, UN ഒക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC കിർസ്റ്റി കൊവൻട്രി ആണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഹെഡ് ഉർസുല വോൺ ഡെ ലയൻ ആണ് കേട്ടോ, ഉർസുല വോൺ ഡെ ലയൻ. ഇനി യുനെസ്കോൻ്റെ ഖാലിദ് എൽ എനാനി ആണ്.
യൂണിസെഫ് കാത്രീൻ എം റുസൽ ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരുന്നത്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഗിൽബർട്ട് ഹോങ്ബോ ആണ്. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ജയ് ഷാ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADB മസാറ്റോ കാൻഡെ ആണ്. സാർക്കിൻ്റെ മുഹമ്മദ് ഗോലാം സർവർ ആണ് സെക്രട്ടറി ജനറൽ കേട്ടോ. അപ്പോൾ സാർക്കിൻ്റെയും ഓർത്തിരിക്കണം. അടുത്തത് റിപ്പബ്ലിക് ഡേ ആൻഡ് ചീഫ് ഗസ്റ്റ്സ് ആണ്. അപ്പം 2026 റിപ്പബ്ലിക് ഡേക്ക് വന്നത് അന്റോണിയോ കോസ്റ്റ ആൻഡ് ഉർസുല വോൺ ഡെ ലെയൻ ആണ്. അവർ യൂറോപ്യൻ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് വന്നത്. 2025 പ്രബോവോ സുബിയാൻഡോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. 2024 ഇമാനുവൽ മാക്രോൺ ഫ്രാൻസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ 1950 നമ്മുടെ ആദ്യത്തെ റിപ്പബ്ലിക് ഡേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നതും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുക്കാർണോ ആയിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി 2025 79th ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ ആഘോഷിച്ചപ്പം നയാ ഭാരത് ആയിരുന്നു നമ്മുടെ തീം. അതുപോലെ 2024 78th ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചപ്പം വികസിത് ഭാരത് 2047 ആണ് നമ്മുടെ തീമായിരുന്നത് കേട്ടോ. ഇനി റീസെൻറ്റ് ബിൽസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് പാസ്ഡ് 2026 ഇപ്പോൾ റീസെൻറ്റ് സെഷനിൽ 13 ബില്ലുകളാണ് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ 9 ബില്ല് പാസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് The Transgender Person Protection of Rights Amendment Act, the Industrial Relations Code Act, the Central Armed Police Police Forces Act, the Finance Act 2026, അതുപോലെ the Andhra Pradesh Reorganization Amendment Act. ഇതൊക്കെയാണ് റീസെൻ്റ്ലി വന്ന ബില്ലുകൾ. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വന്നത് നോക്കുകയാണെങ്കിൽ ഭേദഗതികൾ ഏറ്റവും റീസെൻറ്റ് ഭേദഗതി എന്ന് പറയുന്നത് 106ാമത് ഭേദഗതിയാണ് നാരി ശക്തി വന്ദൻ അധിനിയം. 1/3 റിസർവേഷൻ സ്ത്രീകൾക്ക് വേണം എന്ന് പറയുന്നത്. അതുപോലെ റീസെൻറ്റ് ബില്ല് ഏറ്റവും അടുത്ത ബില്ല് എന്ന് പറയുന്നത് 131ാമത് ബില്ലായിരുന്നു. അതാണ് ഇപ്പം കുറേ കോൺട്രവേഴ്സീസ് ആയിട്ട് നമ്മൾ കണ്ടല്ലോ. അതായത് ഏത് പോപ്പുലേഷൻ ആണ് എടുക്കേണ്ടത്, 2011 സെൻസസ് ആണോ എടുക്കുക അതോ ഇനി വരുന്ന അത് ഡിലിമിറ്റ് ചെയ്ത് വരുന്ന 2027 ഇനി സെൻസസ് ഒക്കെ വരുമല്ലോ, അപ്പം അതിനുശേഷം വരുന്നതാണോ എടുക്കേണ്ടത് എന്നുള്ള ആ ഒരു ക്ലാഷിൻ്റെ പുറത്താണ് അത് ഇപ്പം റിജക്റ്റായി പോയത്. അപ്പം 2011 സെൻസസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവും. നമ്മുടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പം ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് തള്ളിപ്പോയത്. പിന്നെ അതുപോലെ 129th and 130th അമെൻമെൻറ്റ് ബില്ല് എന്ന് പറയുമ്പം അതിപ്പം കറൻ്റ്ലി അവിടെ കമ്മിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 129th എന്ന് പറയുന്നത് 1 Nation 1 Election ആണ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ 130th പറയുന്നാൽ റിമൂവൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹു ആർ ഡീറ്റെയിൻഡ് ഫോർ സീരിയസ് ക്രൈംസ് ഓവർ 30 days. 30 ദിവസത്തിൽ കൂടുതൽ ഡീറ്റെയിൻ ചെയ്യപ്പെട്ട മന്ത്രിമാരെ അവരുടെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളൊരു ഒരു കാര്യമാണ് മുന്നോട്ട് വെച്ചത്. അപ്പം അത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. 131ാമത് അമെൻമെൻറ്റ് ബില്ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 106ാമത് ഭേദഗതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ന്യൂ നാഷണൽ പോളിസീസ്, പുതിയ നാഷണൽ പോളിസികളിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നത് എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, ELI സ്കീം, പിന്നെ അതുപോലെ വികസിത് ഭാരത് രാംജി ആക്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, MGNREG. അപ്പം അതിൻ്റെ പേര് മാറ്റി, അതുപോലെ തന്നെ അതിൽ ഗ്യാരണ്ടീഡ് റൂറൽ വർക്ക് 100 ദിവസം എന്നുള്ളത് മാറ്റി 125 ദിവസത്തേക്കാക്കി. അപ്പോൾ കുറച്ചും കൂടെ കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേര് മാറ്റിയത് ഓർത്തിരിക്കുക കേട്ടോ. VBG രാംജി എന്നാണ് ഇപ്പം അതിൻ്റെ പേര്. പിന്നെ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ആക്ട്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഈ പൈസ വെച്ചിട്ടുള്ള ഓൺലൈൻ ഗെയിംസ് അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ട് ഈ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ആക്ട്. പിന്നെ ശാന്തി ആക്ട്. ശാന്തി ആക്ടിൽ പറയുന്നത് അത് നമ്മുടെ അറ്റോമിക് എനർജി ആക്ട് 1962 റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ശാന്തി ആക്ട്. അപ്പോൾ ഈ ന്യൂ പോളിസീസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ELI സ്കീം, അതുപോലെ VBG രാംജി, പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ആക്ട്, ശാന്തി ആക്ട്. അടുത്തത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പോർട്ട്ഫോളിയോസും ആണ് അവരുടെ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, ഹോം അഫെയർസ് ആൻഡ് കോപ്പറേഷൻ ആഭ്യന്തരവും സഹകരണവും അമിത് ഷാ. ഇനി റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നിതിൻ ഗഡ്കരി, ഫിനാൻസ് നിർമ്മല സീതാരാമൻ, ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫെയർസ് കേട്ടോ. എക്സ്റ്റേണൽ അഫെയർസ് ജയശങ്കർ, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് JP നഡ്ഡ, അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ റൂറൽ ഡെവലപ്മെൻറ്റ് ശിവരാജ് സിംഗ് ചൗഹാനാണ്. റെയിൽവേസ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT അശ്വിനി വൈഷ്ണവാണ്. എഡ്യൂക്കേഷൻ ധർമ്മേന്ദ്ര പ്രധാൻ. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് വേദ് പ്രകാശ് ഗോയൽ. ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർസ് പവർ മനോഹർ ലാലാണ്. കമ്മ്യൂണിക്കേഷൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ അതൊക്കെ ജ്യോതിരാദിത്യ സിന്ധ്യ JM സിന്ധ്യ. ഹെവി ഇൻഡസ്ട്രീസ് സ്റ്റീൽ HD കുമാരസ്വാമിയാണ്. പാർലമെൻ്ററി അഫെയർസ് മൈനോറിറ്റി അഫെയർസ് കിരൺ റിജിജു. ഇനി ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് മൻസുഖ് മാണ്ഡവ്യ.
കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി പ്രഹ്ലാദ് ജോഷി. അതുപോലെ കൾച്ചർ ടൂറിസം ഒക്കെ വരുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഖാവട്ട് ആണ്. എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത് ഭൂപേന്ദർ യാദവ്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഹർദീപ് സിംഗ് പുരി. പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് സർബാനന്ദ സോനോവാൾ. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അന്നപൂർണ ദേവി. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ചിരാഗ് പസ്വാൻ. ജലശക്തി CR പാട്ടീൽ. കോൾ മൈൻസ് J കിഷൻ റെഡ്ഡി. സിവിൽ ഏവിയേഷൻ കിഞ്ചറാപ്പൂർ രാമോഹൻ നായിഡു. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSME ജിതൻ റാം മാഞ്ചി. പഞ്ചായത്തി രാജ്, ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് രാജീവ് രഞ്ജൻ സിംഗ്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് വീരേന്ദ്ര കുമാർ. ട്രൈബൽ അഫയേഴ്സ് ജുവാൽ ഓറാം. ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ്. അടുത്തത് കേരള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ ചീഫ് മിനിസ്റ്റർ, ഹോം, വിജിലൻസ്, IT, പ്ലാനിംഗ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പിണറായി വിജയനാണ്. റവന്യൂ ആൻഡ് ഹൗസിംഗ്, ലാൻഡ് റെക്കോർഡ്സ് ഒക്കെ K രാജൻ. വാട്ടർ റിസോഴ്സസ്, ഇറിഗേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ, ജലവിഭവ വകുപ്പ് റോഷി അഗസ്റ്റിൻ ആണ്. ഇലക്ട്രിസിറ്റി അനേർട്ട് അത് K കൃഷ്ണൻകുട്ടി, വൈദ്യുതി വകുപ്പ്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ വനവിഭവം ആരാണ്? AK ശശീന്ദ്രൻ. ഇനി രജിസ്ട്രേഷൻ, മ്യൂസിയംസ്, ആർക്കിയോളജി, ആർക്കൈവ്സ് ഒക്കെ R കടന്നപ്പള്ളി. റോഡ് ട്രാൻസ്പോർട്ട്, മോട്ടോർ വെഹിക്കിൾ KB ഗണേഷ് കുമാർ. സ്പോർട്സ് വഖഫിന്റെ സ്പെല്ലിംഗ് ഇതല്ല കേട്ടോ, വഖഫ് ഓക്കെ. സ്പോർട്സ് വഖഫ്, ഹജ്ജ്, പിൽഗ്രിമേജ്, മൈനോറിറ്റി വെൽഫെയർ അതൊക്കെ V അബ്ദുറഹ്മാൻ ആണ്. ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ അഫയേഴ്സ് GR അനിലാണ്. പിന്നെ അതുപോലെ ഫിനാൻസ്, ടാക്സസ്, ലോട്ടറീസ്, സ്റ്റേറ്റ് ഓഡിറ്റ് ഒക്കെ KN ബാലഗോപാൽ ആണ്. ഫിനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാൽ. ഇനി ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ശ്രീമതി R ബിന്ദു. അനിമൽ ഹസ്ബൻഡറി, ഡയറി ഡെവലപ്മെന്റ് ഒക്കെ ശ്രീമതി J ചിഞ്ചുറാണി. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, എക്സൈസ്, പാർലമെന്ററി അഫയേഴ്സ് ഒക്കെ MB രാജേഷ്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് PWD ആൻഡ് ടൂറിസം മുഹമ്മദ് റിയാസ്. അഗ്രികൾച്ചർ, സോയിൽ സർവേ, വെയർ ഹൗസിംഗ് P പ്രസാദ്, കൃഷി വകുപ്പ്. ഇനി വെൽഫെയർ ഓഫ് SC, ST ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ് OR കേളു. ലോ ഇൻഡസ്ട്രീസ്, കൊമേഴ്സ്, മൈനിങ്, ജിയോളജി P രാജീവ് ആണ്. ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ V ശിവൻകുട്ടി. കോർപ്പറേഷൻ, പോർട്സ് ആൻഡ് ദേവസ്വം ആരാണ്? VN വാസവൻ ആണല്ലേ, സഹകരണ വകുപ്പ്. ഹെൽത്ത്, ഫാമിലി വെൽഫെയർ, വുമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ വീണ ജോർജ് ആണ്, ആരോഗ്യ വകുപ്പ്. ഫിഷറീസ്, കൾച്ചർ ആൻഡ് യൂത്ത് അഫയേഴ്സ് സജി ചെറിയാൻ. ഇനി ലോക്സഭ, രാജ്യസഭയിലെ സ്പെഷ്യൽ ഡിഗ്നിറ്ററീസ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. ഡെപ്യൂട്ടി സ്പീക്കറിന്റെ സംഭവം 2019 തൊട്ട് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ് അവരുടെ സീറ്റ്. അപ്പം ഡെപ്യൂട്ടി സ്പീക്കർ കറൻ്റ്ലി ഇല്ല. ലീഡർ ഓഫ് ദ ഹൗസ് നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ ആണ്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാഹുൽ ഗാന്ധിയാണ്. ചീഫ് വിപ്പ് സഞ്ജയ് ജയ്സ്വാൾ ആണ് കേട്ടോ. ഇനി രാജ്യസഭയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് വരിക രാജ്യസഭയുടെ. അപ്പോൾ CP രാധാകൃഷ്ണൻ ആണ് കറൻ്റ്ലി പ്രിസൈഡിംഗ് ഓഫീസർ. ഇനി ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് ആണ്. ലീഡർ ഓഫ് ദ ഹൗസ് യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള JP നഡ്ഡയാണ്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആയിട്ട് അവിടെ വരുന്നത് മല്ലികാർജുൻ ഖാർഗെ ആണ്. അതുപോലെ ഗവൺമെന്റ് ചീഫ് വിപ്പ് ലക്ഷ്മികാന്ത് ബാജ്പേയി ആണ്. ഇനി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പീക്കർ AN ഷംസീർ ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ലീഡർ ഓഫ് ദ ഹൗസ് പിണറായി വിജയൻ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ VD സതീശൻ. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. ഒപ്പോസിഷൻ ചീഫ് വിപ്പ് സണ്ണി ജോസഫ് ആണ്. അടുത്തത് ISROന്റെ മേജർ മിഷൻസ് ആണ്. അപ്പോൾ റീസെൻ്റ്ലി നടക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗഗൻയാൻ പ്രോഗ്രാം. ഗഗൻയാൻ പ്രോഗ്രാം എന്ന് പറയുമ്പം ഒരു 3 day ദൗത്യമായിട്ട് ഒരു 3 ദിവസത്തേക്ക് 3 ക്രൂ മെമ്പേഴ്സിനെ ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് അയക്കുന്ന ഒരു ദൗത്യമാണ്. ആൻഡ് അത് പോകുന്നത് അവർ യൂസ് ചെയ്യുന്നത് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് HLV M3 ആണ്. ഹ്യൂമൻ റിലേറ്റഡ് LVM3 ആണ്. ISROന്റെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള റോക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഇവരെ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടെ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഹ്യൂമനോയിഡ് റോബോട്ട് ആയിട്ടുള്ള വ്യോമിത്രേനെ കൂടെ അയക്കുന്നുണ്ട്. അപ്പോൾ വ്യോമിത്രേനെ ഒരു ടെസ്റ്റ് എന്നുള്ള പോലെ 2025 ഒരു ട്രയൽ നോക്കി അയച്ചായിരുന്നു. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് IADT. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് April 10, 2026 നടന്നത്. അപ്പോൾ ചിനൂക്ക് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററിൽ
താഴത്തേക്ക് ഈ ഒരു 5.7 ടൺ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൂ മൊഡ്യൂളിനെ താഴത്തേക്ക് അവർ റിലീസ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അപ്പം ഇതേപോലെ തന്നെയായിരിക്കും ഗഗൻയാൻ താഴേക്ക് വരുമ്പം അവരുടെ ഒരു താഴത്തേക്കുള്ള തിരിച്ച് വരവ്. അപ്പം അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഈ ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയത് കേട്ടോ. അവരുടെ ഒരു പാരച്യൂട്ട് ബേസ്ഡ് റിക്കവറി സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിസാർ വരുന്നത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ മിഷനാണ്. അത് ലോഞ്ച് ചെയ്തത് ജൂലൈ 30, 2025 അതെന്ന് പറയുമ്പോൾ ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. അതായത് ഇവിടെ നടക്കുന്ന എൻവയോൺമെന്റൽ ചേഞ്ചസിന്റെ കാര്യങ്ങളും അതൊക്കെ പ്രിസൈസ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എൻവയോൺമെന്റൽ ചേഞ്ചസ്, ക്ലൈമാറ്റിക് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് നിസാർ വരുന്നത്, നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. പിന്നെ ആക്സിയം 4 മിഷൻ ആക്ച്വലി 4 ആസ്ട്രോണട്സിനെ ഇന്ത്യയിൽ നിന്നും US, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 4 ആസ്ട്രോണട്സിനെ എങ്ങോട്ടേക്ക് അയച്ചു? സ്പേസിലേക്ക്, ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചു. അപ്പോൾ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോയത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയായിരുന്നു. ജൂൺ 25, 2025 ഇത് ലോഞ്ച് ചെയ്തത് കേട്ടോ. അവിടെ പോയിട്ട് അദ്ദേഹം ഏകദേശം 7 മൈക്രോ ഗ്രാവിറ്റി എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു, ശുഭാൻഷു ശുക്ല. പിന്നെ സ്പീഡെക്സ് ആണ്. സ്പീഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 സാറ്റലൈറ്റ്സിന്റെ ഓട്ടോണമസ് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൂടിച്ചേരുക, അതുപോലെ തന്നെ അൺഡോക്ക് ചെയ്യുക. അപ്പം അവരെ ചേസർ ആൻഡ് ടാർഗറ്റ് എന്നാണ് ആ 2 സാറ്റലൈറ്റ്സിനെ പറയാം. അപ്പം അതിന്റെ ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് എക്സ്പെരിമെന്റ് ആയിട്ട് വിട്ടതാണ് സ്പീഡെക്സ്. ഡിസംബർ 30, 2024 ഈ ഒരു മിഷൻ നടന്നത് കേട്ടോ. ഇനി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന 2 മിഷൻസ്, ഒന്ന് ചന്ദ്രയാൻ 4 ലൂണാർ സാമ്പിൾ റിട്ടേൺ ആണ്, അതായത് ചന്ദ്രദൗത്യമാണ്. പിന്നെ വീനസ് ഓർബിറ്റർ മിഷൻ ആണ്, ശുക്രനിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ 2027-28 പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, ചന്ദ്രയാൻ 4 വീനസ് ഓർബിറ്റർ മിഷനും. അത് ഓർത്തിരിക്കുക. അടുത്തത് നാസയുടെ മേജർ മിഷൻസ് ആണ്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഒന്ന് ആർടെമിസ് 2 ആണ്. ആർടെമിസ് 2 ലോഞ്ച് ഡേറ്റ് April 1, 2026 അതിലെന്താണെന്ന് വെച്ചാൽ 10 ദിവസം മൂണിന് ചുറ്റും ഒന്ന് കറങ്ങി വരാനുള്ള ഒരു ദൗത്യമാണ്. 4 ആസ്ട്രോണട്സിനെയാണ് വിടുന്നത് കേട്ടോ. അപ്പോൾ ഒരു 10 day ജേർണി അറൗണ്ട് ദ മൂണാണ് അതിൻ്റെ ലക്ഷ്യം വരുന്നത്. ഇനി എസ്കേപ്പേഡ് November 13, 2025 ലോഞ്ച് ഡേറ്റ്. ചൊവ്വയിലേക്ക്, മാർസിലേക്കാണ് വിടുന്നത്. അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ, മാർസിലെ അറ്റ്മോസ്ഫിയറിനെ സോളാർ വിൻഡ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത്, സൂര്യനിൽ നിന്നുള്ള ആ ഒരു കാറ്റുണ്ടല്ലോ, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ആ ഒരു താപവും കാറ്റും ഒക്കെ എങ്ങനെയാണ് മാർസിലെ അറ്റ്മോസ്ഫിയറിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാനാണ് കേട്ടോ. തേർഡ് വൺ യൂറോപ്പ ക്ലിപ്പർ ആണ്. യൂറോപ്പ ക്ലിപ്പർ October 14, 2024 ലോഞ്ച് ചെയ്തത്. ജുപ്പിറ്ററിന്റെ മൂണായിട്ടുള്ള യൂറോപ്പയിൽ അവിടെ ജീവൻ നിലനിർത്താനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ജീവന്റെ സാധ്യതകൾ, ജീവൻ നിലനിർത്താനല്ല, ജീവൻ ഉദ്ഭവിക്കാനുള്ള സാധ്യതകളും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ ജീവന് സാധ്യതയുണ്ടോ എന്നുള്ളത് മെയിൻലി നോക്കാനുള്ളതാണ് യൂറോപ്പ ക്ലിപ്പർ. ജുപ്പിറ്ററിന്റെ മൂണാണ് യൂറോപ്പ കേട്ടോ. മേ ബി അങ്ങനെ ചോദിക്കാം, ഏത് പ്ലാനറ്റിന്റെ മൂണാണ് യൂറോപ്പ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ജുപ്പിറ്ററിന്റെ മൂണാണ് യൂറോപ്പ കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഗ്ലോബൽ മിഷൻസ് വരുന്നത് ജപ്പാന്റെ സ്പേസ് ഏജൻസിയാണ് ജാക്സ. അവരുടെ മിഷനാണ് MMX, മാർഷ്യൻ മൂൺസ് എക്സ്പ്ലോറേഷൻ, മൂണിനെ സംബന്ധിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ചൈനയുടെ CNSAയുടെ ചാങ്ഗെ 6 മിഷൻ, അതും ലൂണാർ ബേസ്ഡ് ആണ്. പിന്നെ ESA, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 സണ്ണിന്റെ കൊറോണയെ പറ്റി പഠിക്കാനുള്ളത്. കൊറോണ എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ പുറത്തുള്ള ഒരു വലയുണ്ടല്ലോ, പുറത്തുള്ള ആ ഒരു ആവരണം. അപ്പൊ സണ്ണിന്റെ കൊറോണയെ പറ്റി പഠിക്കാനുള്ളതാണ് പ്രോബ 3. അടുത്തത് കൗണ്ടർ ടെററിസം ആൻഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഓപ്പറേഷൻ കാഗർ വരുന്നത് March 31, 2026 കൂടി ഇന്ത്യയിലുള്ള ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, അതുപോലെ മാവോയിസം തുടങ്ങിയിട്ടുള്ള ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിനെ കംപ്ലീറ്റ്ലി തുടച്ചു നീക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓപ്പറേഷൻ കാഗർ. പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം അറ്റാക്കിന് ഒരു അവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിയതാണ്. മെയ് 2025 നടന്നിട്ടുള്ളത്. ഇനി ഓപ്പറേഷൻ സർവശക്തി എന്ന് പറഞ്ഞാൽ പിർപ്പാഞ്ഞാൽ ഏരിയയിൽ, ജമ്മു കാശ്മീരിലെ പിർപ്പാഞ്ഞാൽ ഏരിയയിലുള്ള ഈ ഭീകരവാദ സംഘടനകളെയും അതുപോലെയുള്ള ടെററിസ്റ്റുകളെയൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആന്റി ടെറർ എഫേർട്ടാണ് കേട്ടോ. ഇനി ഓപ്പറേഷൻ സർഭവ് September 2025 നടന്നിട്ടുള്ളതാണ്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസാസ്റ്റർ പ്രോൺ ആയിട്ടുള്ള ഏരിയാസിന് അവിടെ ആർമി, പാരാമിലിറ്ററി, അതുപോലെ തന്നെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കൂടിയിട്ട് നടത്തുന്നുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സാർഭവ്. അപ്പോൾ അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസിലെ ഇന്റേണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ സാർഭവ്. അടുത്തത് ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഇവാക്യുവേഷൻ മിഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുമ്പോൾ കറന്റ് ഇറാൻ ആൻഡ് ഇസ്രായേലിലെ വാർ സോൺസിൽ നിന്ന് ആളുകളെ രക്ഷിച്ചു കൊണ്ടുവരാനുള്ളതാണ്, ഇന്ത്യൻ സിറ്റിസൺസിനെ റെസ്ക്യൂ ചെയ്തു കൊണ്ടുവരാനുള്ളതാണ് ഓപ്പറേഷൻ സിന്ധു വരുന്നത്.
ഇനി ഓപ്പറേഷൻ അജയ് ഇസ്രായേൽ ആൻഡ് പലസ്തീൻ ക്രൈസിസ് മേഖലകളിൽ, ഇസ്രായേൽ ആൻഡ് പലസ്തീൻ കോൺഫ്ലിക്ട് റീജിയൻസിൽ നിന്ന് ആളുകൾ, ഇന്ത്യൻ സിറ്റിസൺസിനെ കൊണ്ടുവരാനുള്ളതാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ സാഗർ ബന്ധു വരുന്നത് ശ്രീലങ്കയിലെ സൈക്ലോൺ ദിത്വ ഹിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസും ഡിസാസ്റ്റർ റിലീഫ് മിഷനുമായിട്ട് പോയിട്ടുള്ളതാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. അടുത്തത് ഓപ്പറേഷൻ ബ്രഹ്മ, അത് മ്യാൻമറിലെ എർത്ത്ക്വേക്കിന് എമർജൻസി എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളതാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇനി ഓപ്പറേഷൻ നാരി ശക്തി, ഗൾഫ് കൺട്രീസിലൊക്കെ അൺസേഫ് എൻവയോൺമെന്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക, നല്ല രീതിയിലല്ലാതെ മോശം സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ വുമൻസിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ നാരി ശക്തി. ഇനി ഓപ്പറേഷൻ മേഘ് രാഹത്ത്, ഓപ്പറേഷൻ മേഘ് രാഹത്ത് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ സിവിയർ ഫ്ലഡ്സ് വന്ന സമയത്ത് അവിടെയുള്ള ഫാമിലി റെസ്റ്റോറേഷനും അവിടുത്തെ ആൾക്കാരെ റീഹാബിലിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആർമിയും എയർഫോഴ്സും കൂടി കൊണ്ടുവന്ന ഒരു ഡൊമസ്റ്റിക് റിലീഫ് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘ് രാഹത്ത്. അടുത്തത് മാരിടൈം ആൻഡ് ഗ്ലോബൽ സെക്യൂരിറ്റി. അപ്പോൾ മാരിടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, സമുദ്രപാതകളിൽ ആ ട്രേഡ് റൂട്ട്സിലൊക്കെ ഉള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. ഒന്ന് ഓപ്പറേഷൻ സങ്കല്പ്, ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അതായത് ഗൾഫ് ഓഫ് ഒമാൻ ആൻഡ് പേർഷ്യൻ ഗൾഫിൽ ഇന്ത്യൻ നേവിൻ്റെ ഒരു പെട്രോളിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ ഷിപ്പുകൾക്കും അതുപോലെ ആ വഴി കടന്നു പോകുന്ന ഗൾഫ് ഓഫ് ഒമാൻ, പേർഷ്യൻ ഗൾഫ് വഴി കടന്നു പോകുന്ന ഷിപ്പുകളുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ ഷിപ്സിൻ്റെ കേട്ടോ. ഇനി അടുത്തത് ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ, അത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഓയിൽ സപ്ലൈസ് കൊണ്ടുവരുന്ന കാർഗോ ഷിപ്പുകൾ ഉണ്ടല്ലോ, അത് സേഫ് ആയിട്ട് അതിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റ് റീജിയണിലെ വെസൽസിന് ഒരു സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഓയിൽ സപ്ലൈസിൻ്റെ കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഊർജ്ജ സുരക്ഷ ഓർത്ത് വെച്ചോളൂ, ഓയിൽ സപ്ലൈസിൻ്റെ. ഇനി കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154. അപ്പം CTF 154 എന്ന് പറയുന്നത് ഒരു 47 നേഷൻസിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ടാസ്ക് ഫോഴ്സ് ആണ്. അപ്പം അവർ ബഹ്റിനിലാണ് ഇത് നടക്കുന്നത്. മൾട്ടിനാഷണൽ ട്രെയിനിങ് ടാസ്ക് ഫോഴ്സ് പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പം 47 രാജ്യങ്ങളുണ്ട്, ഇന്ത്യയും ഉണ്ട്. അടുത്തത് മേജർ ജോയിന്റ് എക്സസൈസസ് ആണ്. ഫസ്റ്റ് വൺ എക്സസൈസ് പ്രചന്ദ് പ്രഹാർ, അരുണാചൽ പ്രദേശിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ട്രൈ സർവീസ് മൾട്ടി ഡൊമൈൻ എക്സസൈസ് ആയിരുന്നു കേട്ടോ. ഇനി എക്സസൈസ് ഡെസേർട്ട് ഹണ്ട് ജോധ്പൂരിലാണ് നടന്നത്. പാരാമിലിറ്ററിയുടെ പാരാ സ്പെഷ്യൽ ഫോഴ്സസ്, അതുപോലെ ആർമിയുടെ മാർക്കോസ്, നേവിയുടെ ഗരുഡ് കമാൻഡോ യൂണിറ്റ്സ്. അപ്പോൾ ഈ 3 യൂണിറ്റ്സും സ്പെഷ്യൽ യൂണിറ്റ്സ് ആണ്. ഇവർ നടത്തിയ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രൈ സർവീസ് ഇൻ്റഗ്രേഷൻ എക്സസൈസ് ആണ് എക്സസൈസ് ഡെസേർട്ട് ഹണ്ട്. ദസ്തലിക് 4 ബൈലേറ്ററൽ എക്സസൈസ് ആയിരുന്നു, ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും കൂടിയിട്ടുള്ളത്. ലാമിറ്റിയെ എക്സ് സീഷെൽസ് ആർമിയുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ജോയിന്റ് എക്സസൈസ് ആയിരുന്നു. വരുണ 2026 ഫ്രാൻസ് നേവിയുമായിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. അറേബ്യൻ സീയിലാണത് നടന്നത്. ഇനി ഇന്ദ്ര 2025 റഷ്യയുമായിട്ട് നടന്ന ഒരു ട്രൈ സർവീസ് എക്സസൈസ് ആയിരുന്നു. വ്ലാഡിവോസ്റ്റോക്കിലാണ് നടന്നത് കേട്ടോ. എക്സസൈസ് നൊമാഡിക് എലിഫന്റ് മംഗോളിയ ആർമിയായിട്ട് നടന്നിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു കേട്ടോ. അടുത്തത് ഇറാൻ വാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അതിൽ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ മതി. ജസ്റ്റ് ഈ നെയിംസും ഏത് കൺട്രീസ് ആണെന്ന് വേഗം നോക്കാം കേട്ടോ. അപ്പോൾ എപ്പിക് ഫ്യൂരി ഓപ്പറേഷൻ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ആണ്. അതുപോലെ ഓപ്പറേഷൻ റോറിംഗ് ലയൺ ഇസ്രായേലാണ്. ട്രൂ പ്രോമിസ് 4 ഇറാൻ. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ US-ൻ്റെ ആണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രായേലാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ഇറാൻ. ഓപ്പറേഷൻ ഡേയ്സ് ഓഫ് റിപ്പൻറ്റൻസ് ഇസ്രായേലാണ്. ട്രൂ പ്രോമിസ് 2 ഇറാനാണ്. ഓപ്പറേഷൻ അയേൺ ഷീൽഡ് ഇസ്രായേൽ. ട്രൂ പ്രോമിസ് ഇറാൻ. അപ്പോൾ ഈ ട്രൂ പ്രോമിസ് വരുന്നത് 1, 2, 3, 4 വരുന്നുണ്ട്, അത് ഇറാൻ്റെ ആണ്. എപ്പിക് ഫ്യൂരി, മിഡ് നൈറ്റ് ഹാമർ, അതുപോലെ എപ്പിക് ഫ്യൂരി മിഡ് നൈറ്റ് ഹാമർ ആണ് US-ൻ്റെ വരുന്നത്. റോറിംഗ് ലയൺ, റൈസിംഗ് ലയൺ, പിന്നെ ഡേയ്സ് ഓഫ് റിപ്പൻറ്റൻസ്, അയേൺ ഷീൽഡ്, ഇത്രയാണ് ഇസ്രായേലിൻ്റെ വരുന്നത്. അത് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ റീസെൻറ്റ് കറണ്ട് അഫെയർസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ഓൾമോസ്റ്റ് കുറേ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെയും നിങ്ങൾ വാസ്റ്റായിട്ട് വായിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ഫാക്ട്സ് നമ്മൾ റിവൈസ് ചെയ്യുക. അപ്പോൾ എക്സാമിന് ഇനി കുറച്ച് സമയമേ ഉള്ളൂ, എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യുക കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ നിങ്ങളുടെ വേറെ കമൻസും സജഷൻസും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. Thank you for watching the video. Happy learning with Habitus.